ഹായ് ഫ്രണ്ട്സ്, സാബിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും അതുകൂടാതെ ഇന്ന് റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായ സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം. ഒന്നാമത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ഇംഗ്ലീഷ് സീരീസ് ആണ്. സീക്രട്ട് ലെവൽ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് RJ ബാലാജി, സാനിയ അയ്യപ്പ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു സ്വർഗവാസൽ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ ലീക്ക് ആക്കപ്പെട്ടിരിക്കുകയാണ്, അതായത് HD പ്രിന്റ് ലീക്ക് ആക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് സിംഗം എഗെയിൻ എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ അജയ് ദേവ്ഗനും അക്ഷയ് കുമാറും അതുപോലെ തന്നെ കരീന കപൂർ, ടൈഗർ ഷ്രോഫ്, ദീപിക പദുക്കോൺ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് വലിയൊരു താരനിരയിൽ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു സിംഗം എഗെയിൻ എന്ന് പറഞ്ഞ സിനിമ. സൽമാൻ ഖാൻ ഈ സിനിമയിൽ കാമിയോ വേഷത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ ഫ്ലോപ്പ് ആയിരുന്നു, തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നു ഈ സിനിമ എന്നുള്ളത്. ഇപ്പോൾ ഈ സിനിമ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടില്ല, എന്തായാലും ഒരു സർപ്രൈസ് ആയിട്ട് റിലീസ് ചെയ്യുകയും ചെയ്യാം. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. റൊട്ടി കപ്പട റൊമാൻസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു കോമഡി ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ആക്ഷൻ കോമഡി ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. റെഡ് വൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റോക്കോ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ക്യാഷ് ഔട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. 3 വർക്കിംഗ് ഡേയ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ ജോർജ് ജോർജ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു പണി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് എപ്പോഴെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട് പലരും. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഡിസംബർ മാസം 20-ാം തീയതി റിലീസ് ചെയ്യുന്നത് പല എന്താ പറയുക പല വെബ്സൈറ്റുകളിലും കാണുന്നുണ്ട്. പക്ഷെ 20-ാം തീയതി വരുന്നുള്ളത് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. കാരണം ബോഗൻവില്ല 13-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. ഈ ഒരു മാസം എന്നുള്ളത് സാധാരണ സോണി ലിവിൽ ഒരു മാസം ഒരു മലയാള സിനിമയാണ് റിലീസ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് എന്താ പറയുക ഒരു 50-50 ചാൻസ് ആണ്. എന്തായാലും ഈ ഒരു സിനിമ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ജനുവരി മാസം ഫസ്റ്റ് വീക്ക് റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഇപ്പോൾ തെലുങ്ക് ഡബ്ഡ് വേർഷൻ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഈ ആഴ്ച തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക എന്നുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ ശേഷം മാത്രമേ സോണി ലിവിൽ ഈ സിനിമ റിലീസ് ചെയ്യൂ. എന്തായാലും ജനുവരി മാസം ഫസ്റ്റ് വീക്ക് പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ബീസ്റ്റ് ഗെയിംസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഡിസംബർ മാസം 20-ാം തീയതി റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ അല്ലു അർജുൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. 1000 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടി വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ പിന്നെന്താ പറയുക തുടങ്ങുന്ന സമയത്ത് തന്നെ നെറ്റ്ഫ്ലിക്സ് OTT പാർട്ണർ നെറ്റ്ഫ്ലിക്സ് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ജനുവരി മാസം ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പിന്നെ ഹിന്ദി ഡബ്ഡ് വേർഷൻ ഫെബ്രുവരി മാസത്തിലേ ഉണ്ടാവുന്നുള്ള അപ്ഡേറ്റുകളും കേൾക്കുന്നുണ്ട്. എന്തായാലും പുഷ്പ 1 ആമസോൺ പ്രൈമിലായിരുന്നു റിലീസ് ചെയ്തിരുന്നെങ്കിൽ പുഷ്പ 2 നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിലുള്ള സിനിമകൾ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്യാൻ ശ്രമിക്കാം. എന്നാൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും